ശരത് സാർ, ഇനിയിപ്പോ ഷൂട്ടൊക്കെ കഴിഞ്ഞു പോയിട്ട് എന്താണ് വീട്ടിൽ ക്രിസ്മസ് പരിപാടികൾ? ഇതുപോലെ പൊട്ടുന്ന സാധനം ഞാൻ മേടിക്കത്തില്ല, കാര്യം എന്റെ മോക്ക് പേടിയാത്. അതുകൊണ്ട് ഈ ടപ്പ് ടപ്പ് ശബ്ദങ്ങൾ ഉണ്ടാവത്തില്ല. അവിടെ സ്റ്റാറൊക്കെ നമ്മൾ തൂക്കും. അത് പിന്നെ കേക്ക്, അത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ, ഈ ആഹാര സാധനം, അത് എല്ലാ വിശേഷനും അത് മുമ്പിലുണ്ടാവും. കേക്കാണെങ്കിൽ കേക്ക്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ എന്റെ മമ്മിയുടെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ മമ്മി. അതാണ്. മമ്മിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ചക്കരുമ്മ. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി ചേർന്നുള്ള ഒരു കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയും പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ നേരത്തെ വെച്ചു. ആ പതിവ് ഒന്നും തെറ്റിച്ചില്ല. സ്റ്റാർ തൂക്കി, ഇനി ഫുഡ് അടി. ആസ് യൂഷ്വൽ സ്റ്റാർ എല്ലാ വർഷം തൂക്കാറുണ്ട് ഞങ്ങളുടെ വീടിന്റെ അവിടെ. അമ്മയാണ് ഇതിന്റെ ആള്. അമ്മ സ്റ്റാർ ഒരിക്കൽ ഒരു സ്റ്റാർ മേടിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വഴുതക്കാട് നിന്ന തൈക്കാട് കാണാം ആ സ്റ്റാർ. അത്രയും വലിയൊരു സ്റ്റാർ. ഞാൻ പറഞ്ഞു ഇതിന് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ചെറുത് മേടിക്കണം. ഇവരെല്ലാം വീട്ടിന് വെളിയിലായിരുന്നു. സ്റ്റാർ കാരണം ഓർക്കസ്ട്ര ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുക. നിങ്ങളുടെ പെർഫോമൻസ് ഓർക്കസ്ട്ര ഒക്കെ തുപ്പി വെച്ചോണ്ടിരിക്കുകയാണ്. തൊപ്പി ഞാൻ തൊപ്പി എന്നാ പറഞ്ഞേ. തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. എന്താണ്, നമുക്ക് നിങ്ങളുടെ സ്പെഷ്യൽ പെർഫോമൻസ് ഒന്നും ഇല്ലേ? ഈ തൊപ്പി വെച്ചത് തന്നെ അമ്മമാരുടെ സ്പെഷ്യൽ പെർഫോമൻസ്. സ്പെഷ്യൽ ആണ്. ഒരു ചെറുതുണ്ടെന്നാണോ? ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ട്. പാച്ച് കാണിച്ചത് എനിക്ക് ഇഷ്ടമായത്. അതെ, ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ട്. അതെന്താണ്? ക്രിസ്മസ് ആണല്ലോ, അപ്പൊ ഒരു ചെറുത് പാച്ചു മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു, മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. താരം തെളിഞ്ഞു നിന്നു, ദിവ്യ താരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യ താരം തിളങ്ങി നിന്നു. മാനവർ വാനവീഥികളിൽ തുതിഗീതങ്ങൾ പാടി. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി. ആരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമൂലം പൊൻപൈതലായോ ആത്മീയ ജീവൻ നൽകുന്നിതാ.
വെറുതെ ആണോ സൂപ്പർ ഓർക്കസ്ട്ര എന്ന് വിളിക്കണേ? പിന്നെ സൂപ്പർ സൂപ്പർ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അവരും ചെയ്തു ഇവരും ചെയ്തു, നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾ ഇവിടെ മാർക്കിടാൻ വേണ്ടി ഞങ്ങളിവിടെ ബായി നോക്കാൻ വന്നു. അല്ല ഞാൻ വേറൊരു ഇത് ആരാണ് കമ്പോസ് ചെയ്ത് സെറ്റപ്പ് ആക്കിയത് ആരാണ്? ഷിനു ബ്രോ ചേട്ടൻ. കലകി. സൂപ്പർ. ഞങ്ങൾ ഇവിടെ പ്രാക്ടീസിന് വേണ്ടി എത്തുന്ന സമയത്താണ് ഈ ക്രിസ്മസിന്റെ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സതീഷ് ചേട്ടൻ ചോദിക്കണേ. ഓക്കേ. പെട്ടെന്നെല്ലാം ഒരു കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ Very good. ഇതങ്ങനെ പെട്ടെന്ന് ചെയ്താന്നൊന്നും ആരും പറയില്ല കേട്ടോ. പറയത്തില്ല. വെരി Seriously, ഗുഡ് വെരി seriously. ഗുഡ്. പെട്ടെന്ന് അടിപൊളിയായിട്ട്. ചെയ്തതാണ്. വളരെ പെട്ടെന്ന് വെരി ചെയ്തതാണ്. വെരി നൈസ്. Very nice. ഈവൻ ദ മേജർ സെവന്ത് ഹാർമണി ഒക്കെ ഫാന്റാസ്റ്റിക്. ഞാൻ രാവിലെ സതീഷ് ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇതെങ്ങനെ വെളിയിൽ കേൾക്കുമെന്നുള്ള കാര്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം സതീഷ് ചേട്ടൻ പറഞ്ഞു ചേട്ടാ ഒരു സംഭവം ഞങ്ങൾ പെട്ടെന്നുള്ള സമയത്ത് തട്ടിക്കൂട്ടിയതാണ്, അതെന്തുമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. പേടിക്കണ്ട, സക്സസ് ആയി. സക്സസ് ആയി. അതെ, സൂപ്പർ ഹിറ്റ്. വർക്കായി. സൂപ്പർ ഹിറ്റ്. ഷാനിക്ക, അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ സൂപ്പർ ഓർക്കസ്ട്ര. അതാണ്. Yes. Ni pa maga